എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നു. എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെടുക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഇത്രയും നേരം. പക്ഷേ ആദ്യം വിചാരിച്ചു ഈ ഒരു ടോപ്പിക്ക് എടുക്കണ്ട. കാരണം അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല നമുക്ക്. പക്ഷേ പിന്നെ കൂടുതൽ ചിന്തിച്ചു പറയാതിരിക്കാനും വയ്യ ആ ഒരു അവസ്ഥ. കാരണം ഇതുപോലുള്ള കുഞ്ഞു മക്കൾ നമുക്കുണ്ട്. ഇത്രയും ഒരു ക്രൂരമായിട്ടുള്ളൊരു സംഭവത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഇത് കേട്ടിട്ടെങ്കിലും ആൾക്കാരുടെ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത് കേട്ടോ. ടോപ്പിക്ക് എടുക്കാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. വേണ്ട വേണ്ടാന്ന് ചിന്തിക്കുമായിരുന്നു. നമ്മൾ വിചാരിക്കുമല്ലോ ചിലത് എടുക്കാം, ഇന്നൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം എന്നൊക്കെ. പക്ഷേ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അതായിരിക്കും പിന്നത്തെ എൻ്റെ ഒരു വിഷമം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം മനസ്സാക്ഷി ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണിത്. സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ മലയാളികളല്ല, കേരളക്കരയല്ല, മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന ഒരാൾ പോലും ഈ ഒരു പ്രവൃത്തി ചെയ്യുമോ എന്നെനിക്ക്, അതും ഒരു കുഞ്ഞിനോട്, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് എങ്ങനെ ഇത്രയും 51 മുറിവോ അങ്ങനെയൊക്കെയാണ്. മുറിവിൻ്റെ കണക്കുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു കുഞ്ഞ് അതിൻ്റെ മനസ്സിനെ പോലും നമ്മൾ നോവിക്കാൻ പറ്റാത്തൊരു വയസ്സല്ലേ ഇത്. അതിലാണ് ഈ ഒരു 51 മുറിവ്, 2 കൈയും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കുട്ടി. അതുമെല്ലാം ഈ 1 മാസത്തിനിടയ്ക്ക്. വളരെയധികം എന്താ പറയുക, അവനൊക്കെ അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരിതാണ്. കാരണം അത്രയേറെ ശിക്ഷ അവൻ അർഹിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാനച്ഛനാണ്. അഷ്കർ എന്നെന്തോ ആണ് പേര് അവൻ്റെ പേര് തന്നെ പറയാനായിട്ട് എന്താ പറയുക പറ്റുന്നില്ല കേട്ടോ. എത്ര ക്രൂര മനസ്സല്ലേ. ഇതിൻ്റെ മോട്ടീവ് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് 2 പേർക്കും സുഖമായിട്ട് ജീവിക്കാനോ? അല്ല, ഇവർക്കിന്ന് കുഞ്ഞു മക്കളെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ ഇവരൊരു ബാധ്യതയാണോ? ആ കുഞ്ഞിൻ്റെ കൈ ഇരിക്കുന്ന കണ്ടോ, 2 കൈ ഒടിഞ്ഞ്. അമ്മ നല്ല കൂളായിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് കുട്ടീനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഏതൊരവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും തുല്യ പങ്ക് അമ്മയ്ക്കും ഉണ്ട് കേട്ടോ. അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാമുകനാന്നാ പറയുന്നത്. കുട്ടിയുടെ അച്ഛൻ മുന്നേ മരിച്ചു പോയിട്ടുണ്ട്. അമ്മമ്മ ചോദിച്ചിട്ടുണ്ട്, അപ്പാപ്പൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ ചോദിച്ചതാണ്, കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ മുറിവുകളല്ല ആ കുഞ്ഞിൻ്റെ മേലുള്ളത് കേട്ടോ. കാരണം നാട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, അയൽപ്പക്കക്കാർക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല കേട്ടോ. എത്ര മുറിവുകൾ ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്കും ജനനേന്ദ്രിയത്തിന് വരെയുമുണ്ട്, ആഴത്തിലുള്ള മുറിവുകൾ. ഇതിനൊക്കെ എവിടെ ചെന്ന് ഇതിനൊക്കെ ഒരു ഇത് കിട്ടും എന്ന് എനിക്കറിയില്ല. എന്തായാലും പോയത് പോയി, കുഞ്ഞ് പോയി. കുഞ്ഞ് അനുഭവിക്കാത്ത ഒന്നുമില്ല. ഈ 1.5 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ, അവനെന്താ അറിയാം. ക്രൂരൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ക്രൂരൻ എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇവനെയൊക്കെ ഇവരുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ അമ്മയുടെയും കാമുകൻ്റെയും സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ചോരേനെയല്ലേ ഇവളീ ചെയ്തത്. അല്ലെങ്കിൽ ഇവൻ ചെയ്തു, ഇവന് കൂട്ട് നിന്നത്. ഇവളൊക്കെ ഒരു അമ്മയാണോ? അമ്മയുടെ കിണത്തിൽ പെടുത്താമോ ഇവളെയൊക്കെ? എനിക്കറിയത്തില്ല കേട്ടോ. ഇവൾക്കിനി എന്ത് മനസ്സുഖ കിട്ടുക? ഞാൻ പറയുന്നത് അവന് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ ഇവൾക്കും കിട്ടണം. അല്ലെങ്കിൽ ഇവൾക്കൊരു പരാതി ഉന്നയിക്കായിരുന്നില്ലേ ഇതിന് മുന്നേ? ഇനി ഇവളിൽ എന്തിത് കണ്ടിട്ടാണ് എനിക്ക് അതൊന്നും അറിയില്ല. ഇവരുടെ ഭാവി സുരക്ഷിതമാക്കി ആ കുഞ്ഞ് ഇവരുടെ ഇടയിൽ എന്ത് ശല്യം ചെയ്തു? അല്ലെങ്കിൽ അതിൻ്റെ അമ്മാമ്മയും അപ്പാപ്പനൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചുകൂടെ? ചൈൽഡ് വെൽഫെയർ കെയർ കമ്മിറ്റീസ് ഒത്തിരി ഉണ്ട്, അതിലേൽപ്പിച്ചുകൂടെ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കൊല്ലണ കുഞ്ഞിനെ? കുഞ്ഞുങ്ങളൊരു ജീവൻ എടുക്കണ എന്തിനാ? ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? ഇല്ല. ആ കുഞ്ഞിനും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമല്ലേ കളഞ്ഞത്? അത് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന് കിട്ടിയത് ഒത്തിരി വേദനകൾ മാത്രം. പാവം കുഞ്ഞട്ടോ. ദൈവമേ, ആ കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണേ. അത് മാത്രം ഇപ്പോൾ എനിക്ക് പറയാനാവും. ഇത് ചെയ്തവന് എത്ര ശിക്ഷ കിട്ടണം, അതിൻ്റെ പരമാവധി കിട്ടിയിരിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ചെയ്തവന്
അവൻ ഓരോ തവണ കുഞ്ഞിനെ വേദനിപ്പിച്ചപ്പോഴും അവന് എന്ത് സുഖമാണ് കിട്ടിയെന്നറിയണം. അവന് എന്ത് മനസ്സുഖമാണ് കിട്ടിയത്. ഈ ഇത്തിരി പോഞ്ഞ കുഞ്ഞിനെ ഈ മാതിരി കാട്ടായം അവൻ കാണിച്ചതേ. എന്തായാലും പോലീസിന് ഇതിന് മുന്നേ കംപ്ലയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണേ. എന്നിട്ടും അവർ അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ഈ ഒരു ന്യൂസ് കണ്ടു. ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഉണ്ട് കുട്ടികൾ അല്ലേ, കുഞ്ഞു മക്കൾ. എന്താ പറയുക, ഏതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ വാർത്തയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ക്രൈം അന്ന് തന്നെ എനിക്കിതിനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഒരിക്കലും നടക്കാൻ പാടില്ല. അതും ഒരു കുഞ്ഞിനോട്, ഒരു 1.5 വയസ്സുകാരനോട്. അവൻ എന്തറിയാം, ഈ ലോകത്ത് അവൻ വന്നിട്ടല്ലേ ഉള്ളൂ. പാല് കുടിച്ച് നടക്കേണ്ട, പാല് കുടിച്ച് ഉറങ്ങേണ്ട കുഞ്ഞ് ഈ മാതിരി വേദനകൾ തിന്ന് തിന്ന് അത് മരിക്കാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വേദനയുണ്ട്. ദൈവമേ, അവൻ്റെ ആത്മാവിന് ശാന്തി നൽകണേ. അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കണം, അവൻ അനുഭവിക്കണം. ഇനി ഇതുപോലൊരു മനുഷ്യൻ ഒരു കുഞ്ഞിനോടും ആരോടും ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഒരാളെ നമ്മൾ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. പോലീസുകാർ ഇപ്പോൾ അവനെ വലിയ ഇതിലൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ എന്തായാലും ജയിലിൽ സുഖവാസത്തിന് പോകണമെന്ന് നമുക്കറിയാം. അവനിതൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല. അവൻ ഇനി വീണ്ടും തടിച്ചു കൊടുത്ത് ജാമ്യത്തിലിറങ്ങും. അത് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണല്ലോ. എന്തായാലും ആ കുഞ്ഞിന് പോയി. അവൾക്ക്, അതായത് അമ്മയ്ക്ക്, അമ്മ എന്ന് പറയാനേ പറ്റില്ല ആ സ്ത്രീക്ക് എന്ത് നഷ്ടം? ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുന്ന കണ്ട് അവൾക്കൊരു നഷ്ടവുമില്ല. അവൾ പിടിക്കപ്പെട്ടു എന്നുള്ളൊരിത് മാത്രമേ അവളുടെ മുഖത്ത് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അവളുടെ കുഞ്ഞിനെ, അവളുടെ ചോരയെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇത് എനിക്ക് കാണുന്നില്ല ആ മുഖത്ത് കേട്ടോ. നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് അവരെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്നുള്ളൊരു ഫേസേ ആ കുട്ടിക്കുള്ളൂ, 2 പേർക്കും. ഫുഡ് കൊടുത്തപ്പോൾ, അതിന് ചോറ് വാരി കൊടുത്തപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കേട്ടോ കുഞ്ഞിനെ. അതിന് മുന്നേയൊക്കെ അവൻ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നത്. എന്തായാലും പോലീസിന് സംശയം തോന്നി, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു. അതിലാണ് ഈ മർദ്ദനങ്ങളും പാടുകളും എല്ലാം കണ്ടുപിടിച്ചത് കേട്ടോ. 1 മാസമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മാസം തികച്ചായിട്ടില്ല അവൻ്റെ കൈകളൊക്കെ ആ പ്ലാസ്റ്റർ ഇട്ടിട്ട്. ആ പ്ലാസ്റ്റർ എല്ലാം വീട്ടിൽ നിന്നേ അഴിച്ച് മാറ്റിയിട്ടാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് ഒന്ന് ഓർക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇനി അഴിച്ചിട്ട പ്ലാസ്റ്ററുകളും അവൻ്റെ ഡ്രസ്സുകളും അവൻ്റെ സാധനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ എല്ലാ മുന്നൊരുക്കങ്ങളും ഇവൻ ചെയ്തിട്ടുണ്ട്. ഈ എന്താ പറയുക, ഞാൻ വേറെ വേർഡൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയിൽ. അവനെ പ്ലാൻഡായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം തെളിവുകളെല്ലാം അവൻ കളഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു തെളിവെങ്കിലും ദൈവം ബാക്കി വയ്ക്കാതിരിക്കില്ലല്ലോ ഈ ക്രൂരതയ്ക്ക്. അല്ലെങ്കിൽ ഈ ഒരു ക്രൂരത ഇപ്പം തന്നെ എന്തായാലും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ നല്ല ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് വീഡിയോയിൽ കാണാം. അവനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് ആ ഒരു തെളിവെടുപ്പിനിടയിൽ തന്നെ. ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോടും ചെയ്യാൻ പറ്റാത്തത്ര ക്രൂരത ആ കുഞ്ഞിനോട് അവൻ ചെയ്തിട്ടുണ്ട്. ദൈവേ, അയൽപ്പക്കക്കാരും അറിഞ്ഞിട്ടില്ല എന്നാ. അപ്പോൾ ആ കുഞ്ഞ് എന്തോരം അനുഭവിച്ചിട്ടുണ്ട്. ആരും അറിയാതെ ഇവൻ ഇങ്ങനെ അക്രമങ്ങൾ ആ കുഞ്ഞിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒച്ച പോലും പുറത്ത് കേൾക്കാതെ എങ്ങനെയൊക്കെ മർദ്ദിക്കാൻ പറ്റാല്ലേ. കഷ്ടമുണ്ട്. എന്താ പറയുക, ഇപ്പം അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഈ ചങ്ക് പിടയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങനത്തെ ന്യൂസൊക്കെ നമുക്ക് വല്ലാതെ മാനസികമായിട്ട് നമ്മളെ അലട്ടുന്ന കുറച്ച് ന്യൂസുകളാണ് ഇത്തരത്തിലുള്ള ന്യൂസുകൾ. പിന്നെ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ മരിച്ചിരുന്നു. അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്നൊന്നും നമുക്കറിയില്ല. ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അതായത് കുട്ടീനെ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് അച്ഛൻ മരിച്ചിരിക്കുന്നത്. ആ കുട്ടീനെ പോലും കുട്ടിയുടെ അച്ഛൻ കണ്ടിട്ടില്ല. അവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. അവൻ്റെ അച്ഛനെ കാണാനുള്ള ഭാഗ്യം പോലും കിട്ടിയിട്ടില്ല. ഇപ്പം ഈ 1.5 വർഷം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മളോടൊക്കെ വിട പറഞ്ഞു പോവുകയും ചെയ്തു വേദനയോടെ.
എൻ്റെ കുഞ്ഞേ കുഞ്ഞേ മാപ്പ് തരൂ നമുക്കൊക്കെ കേട്ടോ. നമ്മളാരും നിൻ്റെ ആരുമല്ല, നിന്നെ അറിയില്ല, നിന്നെ കണ്ടിട്ടില്ല. എന്നാലും ഈ ഒരവസ്ഥയിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് എന്നും ഓർക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു കുഞ്ഞിനെ. എന്താ 2 കൈയും ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുള്ളൊരു കുഞ്ഞ്. അവന് എത്ര കെയർ വേണ്ടിയിരിക്കുന്ന സമയമാണിതല്ലേ. അതായത് എത്ര കെയർ വേണം, കെയർ ഒരമ്മ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ടൈമല്ലേ ഇത്. ആ ഒരു ടൈമിൽ അവന് അതിലും കൂടുതൽ അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവളൊക്കെ ഒരു അമ്മയാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. കാരണം ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഇവൾക്ക് ഒട്ടും മെച്യൂരിറ്റി ആയിട്ടില്ല. ചെറിയ പ്രായം തന്നെയാണ് അവളുടെ അമ്മ. ആ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച്, അതായത് ചിന്തിക്കാൻ ഒരു കുഞ്ഞിനെ നോക്കാനുള്ളൊരു പ്രായം പോലും അവളുടെ അമ്മയ്ക്ക് ആയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. എന്നാലും നൊന്ത് പ്രസവിച്ചതല്ലേ ആ കുഞ്ഞിനെ, അല്ലാതെ വെറുതെ അത്ഭുതത്തിൽ കിട്ടിയതൊന്നുമല്ലല്ലോ. നമ്മൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞാകുമ്പോൾ നമുക്ക് അതിനോട് എത്ര ഉണ്ടാവും. അവനൊന്ന് വീണാലോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒന്ന് മുറിവ് പറ്റിയാലോ, ഒരു മുറിവ് പറ്റിയാലോ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ്. എന്താ ചെയ്യുക, അവനത്ര ആയുസ്സുള്ളൂ എന്നാണ് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. ഇവൻ എന്തായാലും ദൈവത്തിന് മുന്നിൽ മാപ്പ് പറഞ്ഞേ പറ്റൂ. കാലം ഇവന് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാവും വേറെ എന്തെങ്കിലും. ഇവന് ഉള്ള മാക്സിമം ശിക്ഷ കിട്ടട്ടെ. ഇനി ഒരാൾക്കും ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് തോന്നല്ലേ. ഇതിന് മുന്നും ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എന്തായാലും കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്. കാരണം പുറം ലോകം അറിയാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം അവർ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും അറിയിച്ചിട്ടില്ല. അമ്മ ഇത്രം രണ്ടാനച്ഛൻ ഇങ്ങനെ കുഞ്ഞിന് ചെയ്യുന്നുണ്ടെന്ന് അമ്മയ്ക്കെങ്കിലും ആരെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു. അതുമില്ല, അവളും കൂട്ടുനിന്നു. എല്ലാം അവനത്ര ആയുസുള്ളൂ എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. എന്തൊക്കെയായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ്. ഒന്നും കേൾക്കാനും കാണാനും പറ്റാത്ത ന്യൂസുകൾ. ഇനി ഇതുപോലത്തെ കേസുകൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.